എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ദോശ ഇഡ്ലിക്കൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന തേങ്ങാ ചമ്മന്തി നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1.5 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. മൂന്നോ നാലോ ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മുതൽ ഒരു 2 പച്ചമുളകൊക്കെ വരെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഒരു 2-3 പുതിനയില ഇതിലേക്ക് ചേർക്കാം. പുതിനയിലയ്ക്ക് പകരമായിട്ട് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. പുതിനയില ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ടിന് പകരം കപ്പലണ്ടി നീലക്കടലയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ടൈറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം. അല്ല ഇതിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്യാം. താളിച്ച് ഒഴിക്കാൻ വേണ്ടി ഒരു കടുക്ക പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിലേക്ക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി. ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.